ഈ ഭാഗത്തായിരുന്നു ഒന്ന് ദാറുൽ അർക്കം. ദാറുൽ അർക്കം എന്ന് പറഞ്ഞാൽ ആദ്യ കാലഘട്ടങ്ങളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഈ ഇസ്ലാമിക പ്രബോധനം നടത്തിയിരുന്നത് രഹസ്യമായിട്ടായിരുന്നു. ഈ ദാറുൽ അർക്കമിലേക്കാണ് ആര് മുസ്ലിമാകാൻ വരുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു മുസ്ലിമാകാൻ വരുന്നത് ദാറുൽ അർക്കമിലേക്കാണ്. ഉമർ റളിയല്ലാഹു അൻഹു ദാറുൽ അർക്കമിലേക്ക് മുസ്ലിമാകാൻ വന്നതിന് ശേഷമാണ് ഇസ്ലാമിക പ്രബോധനം പിന്നെ പരസ്യപ്പെടുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഇസ്ലാമിനെ കുറിച്ച് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന അവസ്ഥയിലാണ് ദാറുൽ അർക്കമിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു വരുന്നത്. ശരിക്കും അവരാകെ പേടിച്ചു വിറച്ചിട്ടുണ്ട്. കാരണം ഉമർ എന്ന് പറഞ്ഞാൽ അവിടെ മുഴുവൻ കൊലുക്കാൻ പാകത്തിന് ശക്തിയും അതുപോലെ തന്നെ ധൈര്യമുള്ള ആളായിരുന്നു. അപ്പൊ ഉമർ വരുന്നത് എന്തിനാണ് എന്നുള്ളത് അവർക്ക് അറിയാത്തത് കൊണ്ട് തന്നെ അവരിങ്ങനെ പേടിച്ചു വിറച്ചിരിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. പക്ഷെ അദ്ദേഹം വളരെ സൗമ്യനായി പ്രവാചകന്റെ അടുക്കൽ വന്ന് ഷഹാദത്ത് ചൊല്ലി. അതോടുകൂടി ഇസ്ലാമിന് പ്രഭാവം കൂടുകയാണ് ചെയ്തത്. അപ്പോ ഒന്നാമത്തേത് ദാറുൽ അർക്കം. ഈ ദാറുൽ അർക്കം എന്ന് തന്നെയാണ് ഉമർ റളിയല്ലാഹു അൻഹു പരസ്യമായിട്ട് ഹിജ്റ പോണത്. ആർക്കെങ്കിലും തന്റെ ഭാര്യ വിധവയാകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എന്നോട് എതിരിടാം എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ മക്കൾ അനാഥരാകണം എന്ന് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നോട് എതിരിടാം. ഞാനിതാ പരസ്യമായിട്ട് മദീനയിലേക്ക് ഹിജ്റ പോകുന്നു എന്ന് ആരും പ്രഖ്യാപിച്ചു? ഉമർ റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചത് എവിടെ നിന്നായിരുന്നു? ദാറുൽ അർക്കമിൽ വെച്ചിട്ടാണ്. അതുപോലെ തന്നെ ശത്രുക്കളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു സ്വൈര്യവും സമാധാനവും നൽകിയിരുന്നില്ല. പ്രവാചകനെ നിരന്തരമായി അവര് പ്രവാചകനോട്, നീ ഒരു പ്രവാചകനാണെങ്കിൽ നീ ആ അമാനുഷികത ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരൂ, ഒരു ദൃഷ്ടാന്തം ഞങ്ങൾക്ക് കാണിച്ചു തരൂന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പലതവണ ആവശ്യപ്പെട്ടിരുന്ന ഖുറൈശികളായ ആളുകൾ. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ അള്ളാഹുവിന്റെ അമാനുഷികമായ കഴിവ് അവർക്ക് പ്രകടിപ്പിച്ചു കൊടുത്തു. അപ്പോ ജബൽ ഹുബൈസ് എന്ന് പറയുന്ന ആ സ്ഥലം കൂടി ഇവിടെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ വെച്ച് അള്ളാഹു എന്ത് ചെയ്തു? ചന്ദ്രനെ പിളർത്തി കാണിച്ചു കൊടുത്തു.